അഞ്ചാം ക്ലാസ്സിലെ ഗണിതം സമയത്തോടൊപ്പം എന്ന പാഠഭാഗത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ഇവിടെ കൊടുക്കുന്നത്. ആദ്യത്തെ ഭാഗം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. ഇവിടെ ചിത്രത്തിൽ കാഷ്വാലിറ്റി 24 മണിക്കൂറും പ്രവർത്തിക്കുന്നു എന്നൊക്കെ എഴുതി കാണാണ്ട് അല്ലേ? അപ്പോൾ നമുക്കത് മനസ്സിലാക്കാം, ഇതൊരു ഹോസ്പിറ്റലാണെന്ന് മനസ്സിലാക്കാം. ഇനി ബോർഡുകളിൽ സമയം സൂചിപ്പിക്കാൻ AM, PM എന്ന് എഴുതിയിരിക്കുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ചിത്രത്തിൽ ഇവിടെ നോക്കൂ, ഇവിടെ പരിശോധനാ സമയം 8 AM മുതൽ 3 PM വരെ എന്ന് എഴുതിയിട്ടുണ്ട് അവിടെ. അപ്പോൾ 8 AM എന്നാൽ രാവിലെ 8 മണിയും 3 PM എന്നാൽ ഉച്ചയ്ക്ക് ശേഷം 3 മണിയുമാണ്. മനസ്സിലാക്കുക, AM എന്നാൽ രാവിലെയും PM എന്നാൽ ഉച്ചയ്ക്ക് ശേഷവുമുള്ള സമയത്തിൻ്റെ ഒപ്പമാണ് നമ്മൾ PM ചേർക്കുക. പിന്നെ എന്താ ചോദിച്ചിരിക്കുന്നത്? അപ്പോൾ 10 AM 5 PM എന്നീ സമയങ്ങളോ? 10 AM എന്ന് പറഞ്ഞാൽ രാവിലെ 10 മണി, 5 PM എന്ന് പറഞ്ഞാലോ വൈകുന്നേരം 5 മണി. അർദ്ധരാത്രി 12 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയുള്ള സമയത്തെ AM എന്നും ഉച്ചയ്ക്ക് 12 മണി മുതൽ അർദ്ധരാത്രി 12 മണി വരെയുള്ള സമയത്തെ PM എന്നും പറയുന്നു. അപ്പോൾ ഇത് നല്ലപോലെ മനസ്സിലാക്കുക. അർദ്ധരാത്രി 12 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയുള്ള സമയം AM-ഉം ഉച്ചയ്ക്ക് 12 മണി മുതൽ അർദ്ധരാത്രി 12 മണി വരെയുള്ള സമയമാണ് PM. ഇനി ഇവിടെ ഒരു കാർട്ടൂൺ പോലെ കൊടുത്തിട്ടുണ്ടോ? 12 നൂണ് 12 മിഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടാളുകൾ, നടുവിലുള്ള രണ്ടാളുകൾ പറയുകയാണ് നമ്മൾ രണ്ടും ഇവരുടെ കൂട്ടത്തിൽ പെടില്ല അല്ലേ എന്ന്. അതെന്താണ്? സൈഡിൽ നിൽക്കുന്ന രണ്ടാൾക്കാരും AM-ഉം PM-ഉം ആണ്. അങ്ങനെ പറയുന്നത് കൊണ്ടാണ് അവർ കൂട്ടത്തിൽ പെടില്ല എന്ന് പറയുന്നത്. ഇനി പട്ടിക പൂർത്തിയാക്കുക എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. രാവിലെ 7 മണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 AM. വൈകുന്നേരം 7 മണി എന്ന് പറഞ്ഞാലോ 7 PM. ഇനി രാത്രി 9 മണി എന്ന് പറഞ്ഞാലോ 9 PM. വൈകുന്നേരം 5 മണി എന്ന് പറഞ്ഞാലോ 5 PM. ഉച്ചയ്ക്ക് ശേഷം ഏതാണെങ്കിലും എന്താണ്? PM ആണ്. ഇനി രാവിലെ 11:30 മണി അങ്ങനെ പറഞ്ഞാലോ 11:30 AM. ഇനി ഇവിടെ 6 PM എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ്? വൈകുന്നേരം 6 മണി. ഇനി 4 AM എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ 4 മണി. ഇനി 11:30 PM എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ്? രാത്രി 11:30 മണി. അടുത്ത ചോദ്യം, ഒരാൾ ജനുവരി 7-ന് 8 AM-ന് തിരുവനന്തപുരത്ത് നിന്ന് യാത്ര പുറപ്പെട്ട് ജനുവരി 8-ന് 3 PM-ന് ഹൈദരാബാദിലെത്തി. അയാൾ യാത്രക്കെടുത്ത സമയം എത്ര? എങ്ങനെ ചെയ്യാം? ജനുവരി 7 8 AM മുതൽ ജനുവരി 8 8 AM വരെ എത്രയാണ്? ഒരു ദിവസം 24 മണിക്കൂർ. ഒരു ദിവസം എന്ന് വെച്ചാൽ 24 മണിക്കൂർ. അപ്പോൾ ഇന്ന് 8 മണി മുതൽ നാളെ രാവിലെ 8 മണി വരെ, ഇന്ന് രാവിലെ 8 മണി മുതൽ നാളെ രാവിലെ 8 മണി വരെ എന്ന് പറഞ്ഞാൽ ഒരു ദിവസമല്ലേ? അതേപോലെ ജനുവരി 7 8 AM മുതൽ ജനുവരി 8 8 AM വരെ എത്രയാണ്? ഒരു ദിവസമാണ്. ഇനി നമുക്ക് ജനുവരി 8 8 AM മുതൽ ജനുവരി 8 3 PM വരെയോ 7 മണിക്കൂറാണ്. അപ്പോൾ യാത്രയ്ക്ക് എടുത്ത സമയം എങ്ങനെ കണക്കാക്കാം? ഒരു ദിവസവും 7 മണിക്കൂറും എന്ന് പറയാം. അല്ലെങ്കിൽ 24 മണിക്കൂറിൻ്റെ ഒപ്പം 7 മണിക്കൂർ കൂട്ടിയിട്ട് എത്രയാണ്? 31 മണിക്കൂർ. അപ്പോൾ ആകെ യാത്രയ്ക്ക് എടുത്ത സമയം എത്രയാണ്? 31 മണിക്കൂർ. അടുത്ത ചോദ്യം നോക്കാം. ഒരാളുടെ ഓഫീസ് പ്രവൃത്തി സമയം 9 AM മുതൽ 5 PM വരെയാണ്. 11 AM മുതൽ 1:30 PM വരെ ഓഫീസ് ആവശ്യത്തിനായി അയാൾ പുറത്തുപോയി. അയാൾ ഓഫീസിലുണ്ടായിരുന്ന സമയം എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അയാൾ 9 AM മുതൽ 5 PM വരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ 8 മണിക്കൂർ ഓഫീസ് സമയമുണ്ട്. അതിൽ 11 AM മുതൽ 1:30 PM വരെ അയാൾ പുറത്തേക്ക് പോയി.
12, 1, 1:30 2.5 മണിക്കൂർ അയാൾ പുറത്തു പോയി. അങ്ങനെയാണെങ്കിൽ അയാൾ ഓഫീസിൽ ഉണ്ടായിരുന്ന സമയം എത്രയെന്ന് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നോക്കൂ, ഓഫീസ് പ്രവൃത്തി സമയം എത്രയാണ്? 8 മണിക്കൂറാണ്. നമ്മൾ പറഞ്ഞു പുറത്തു പോയ സമയം എത്രയാണ്? 2:30 മണിക്കൂറാണ്. അപ്പം ഇനി ഓഫീസിലുണ്ടായിരുന്ന സമയം കാണാൻ എന്ത് ചെയ്യണം? മൊത്തം സമയത്തു നിന്ന് അയാൾ പുറത്തു പോയ സമയം നമ്മൾ കുറയ്ക്കണം. അപ്പോഴാണ് ഓഫീസിലുണ്ടായിരുന്ന സമയം കിട്ടുക. അപ്പോൾ 8 മണിക്കൂറിൽ നിന്ന് 2:30 മണിക്കൂർ കുറച്ചാൽ 5:30 മണിക്കൂർ, അല്ലെങ്കിൽ 5 മണിക്കൂറും 30 മിനിറ്റും. കുറയ്ക്കുമ്പോൾ തെറ്റിപ്പോകരുത്. ആദ്യം നമ്മൾ 8 നിന്ന് 2 കുറയ്ക്കുക, അപ്പോൾ 6. എന്നിട്ട് പിന്നെ അതിൽ നിന്ന് 1/2 കുറയ്ക്കുമ്പോൾ 5:30. അങ്ങനെ ശ്രദ്ധിച്ച് കുറയ്ക്കണം. ഇനി നോക്കൂ, ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 20:50 പുറപ്പെടുന്ന മംഗലാപുരം എക്സ്പ്രസ് 20 മിനിറ്റ് വൈകി 21:10 മാത്രമേ പുറപ്പെടുകയുള്ളൂ. യാത്രക്കാർക്ക് അസൗകര്യം നേരിട്ടതിൽ ഖേദിക്കുന്നു. അങ്ങനെയുള്ളൊരു അനൗൺസ്മെൻ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അവിടെ കണ്ടോ, അവിടെ ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു 20:50 ടൈം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു കുട്ടി അച്ഛനോട് ചോദിക്കുകയാണ്, 21:10 എന്നാൽ എത്രയാണ് സമയം? ക്ലോക്കിൽ 12 വരെയല്ലേ സമയമുള്ളൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷേ റെയിൽവേ ക്ലോക്ക് നമുക്കറിയാം 24 വരെ സമയമുണ്ട്. 24 മണിക്കൂർ വരെയാണ് ക്ലോക്കിൽ സമയം കാണിക്കുന്നത്. ഇവിടെ നോക്കൂ, ആ റെഡ് ലെറ്റേഴ്സിൽ എഴുതിയെന്ന് കണ്ടില്ലേ? രാത്രി 12 മണി മുതൽ 1 മണി വരെയുള്ള സമയം മണിക്കൂറിൻ്റെ സ്ഥാനത്ത് 0 ചേർത്താണ് എഴുതുന്നത്. 0:30 എന്നാൽ 12:30 AM. രാത്രി 12 മണി കഴിഞ്ഞാൽ 1 മണി വരെയുള്ള സമയം, അത് മണിക്കൂറിൻ്റെ സ്ഥാനത്ത് ഒരു നമ്പറും ഉണ്ടാവില്ല. 00:30, 00:20 അങ്ങനെയാണ് കൊടുക്കുക. ഇനി എന്താണ് ഇവിടെ പറയുന്നത്? റെയിൽവേയിലും മറ്റും സമയം പറയുന്നത് 24 മണിക്കൂറിലാണ്. പകൽ 12 മണിയോട് 9 മണിക്കൂറും 10 മിനിറ്റും കൂടിയതാണ് 21:10. അതായത് രാത്രി 9:10. അങ്ങനെയെങ്കിൽ 20:50 എന്നാൽ എത്രയാണ്? 20:50 എന്നുള്ള സമയം നമ്മുടെ സാധാരണ ക്ലോക്കിൽ സമയമാക്കണമെങ്കിൽ നമ്മൾ 20:50 നിന്ന് 12 കുറച്ചാൽ മതി. അപ്പോൾ എത്ര കിട്ടുക? 8:50 PM. ഇനി ഈ ട്രെയിൻ മംഗലാപുരത്ത് എത്തിയത് പിറ്റേ ദിവസം 11:30. ഈ സമയം AM PM ഉപയോഗിച്ച് എഴുതിയാലോ? 24 മണിക്കൂർ ക്ലോക്കിൽ 12 വരെയുള്ള സമയങ്ങളെ AM വരുള്ളൂ. 12-ന് ശേഷം വരുന്ന സമയങ്ങളൊക്കെ 13, 14, 15 അങ്ങനെയുള്ള സമയങ്ങളൊക്കെ PM ആണ്. 12 വരെയുള്ള നമ്പേഴ്സിനൊക്കെ എന്താ വരിക? AM ആണ് വരിക. അപ്പോൾ ഇവിടെ 11:30 AM. ഇനി ഒരു ബസ് 15:30 കോഴിക്കോട് നിന്ന് പുറപ്പെട്ട് 2:30 തിരുവനന്തപുരത്ത് എത്തുന്നു. യാത്രയ്ക്ക് എത്ര സമയമെടുത്തു? ഇവിടെ 15:30 എന്ന് പറഞ്ഞാൽ എന്താണ്? PM ആണ്. 12-ന് ശേഷം വരുന്ന ഏതൊരു സംഖ്യയും PM ആണ്. ആദ്യം നമുക്ക് ഈ 15:30 എന്ന് പറഞ്ഞാൽ എത്രയും സമയം എന്ന് കണ്ടുപിടിക്കണം സാധാരണ ക്ലോക്കിൽ. അപ്പോൾ നമ്മൾ 15:30 നിന്ന് 12 കുറയ്ക്കണം. അപ്പോൾ 15:30 നിന്ന് 12 കുറച്ചാൽ എത്രയാണ്? 3:30. അപ്പോൾ ഈ 3:30 മുതൽ 2:30 വരെയുള്ള സമയം, രാത്രി 2:30 വരെയുള്ള സമയം എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിന് നമുക്ക് ആദ്യം 12 നിന്ന് 3:30 കുറയ്ക്കാം. അപ്പോൾ എത്രയാണ്? 8:30 മണിക്കൂർ വരുന്നുണ്ട്. ഇനി അതിൻ്റെ ഒപ്പം എന്ത് ചെയ്യണം? 2:30 വരെയുള്ള സമയം കൂടി കൂട്ടണം. 8:30 കൂട്ടണം 2:30 എത്രയാണ്? 11 മണിക്കൂറാണ്. ഇതിങ്ങനെ ചെയ്ത് നോക്കാതെ തന്നെ നിങ്ങൾ കയ്യിൽ എണ്ണി നോക്കുക. 15:30 കഴിഞ്ഞാൽ 16:30, 17:30, 18:30 അങ്ങനെ എണ്ണി പോവുക. എന്നിട്ട് 24 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1:30, 2:30 അങ്ങനെ എണ്ണിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 11 മണിക്കൂറിൽ നിന്ന് എളുപ്പം കിട്ടും.
കോഴിക്കോട് നിന്ന് 18:40 പുറപ്പെട്ട ഒരു വിമാനം മുംബൈ വഴി ഡൽഹിയിലെത്തിയത് 00:10 യാത്രക്കെടുത്ത സമയം എത്രയാണ്? ഈ 00:10 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? നമ്മൾ 12:10 എന്ന് പറയുന്നതാണ് ഇവിടെ 00:10 എന്ന് പറയുന്നത്. രാത്രി 12:10 അപ്പോൾ ഈ 18:40 എന്നുള്ളതിൻ്റെ സമയം എത്രയെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അതിന് 18:40 12 കുറയ്ക്കുക. അപ്പോൾ എത്രയാണ്? 6:40. വൈകുന്നേരം 6:40. അതെങ്ങനെയാണ് നമുക്ക് വൈകുന്നേരമെന്ന് മനസ്സിലായത്? 12-ന് മുകളിലുള്ളൊരു സംഖ്യയാണ് 18:40. 12-ന് മുകളിലുള്ള ഏത് സംഖ്യയും PM ആണ്. ഇനി 0:10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12:10. അപ്പോൾ ഈ 12:10 6:40 കുറയ്ക്കണം. അപ്പോൾ നമുക്ക് 5:30 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് കുറയ്ക്കുമ്പോൾ തെറ്റിപ്പോകരുത്. 6:40 കഴിഞ്ഞാൽ 7:40, 8:40, 9:40, 10:40, 11:40 അത്ര ആകുമ്പോഴത്തേന് 5 മണിക്കൂറായി. പിന്നെ 12:10 എത്ര മിനിറ്റ് ഉണ്ട്? 30 മിനിറ്റാണുള്ളത്. അങ്ങനെയാണ് 5:30 എന്ന് കിട്ടുന്നത്. ഇവിടെ നോക്കൂ, പട്ടിക പൂരിപ്പിക്കുക. അടുത്തത് 24 മണിക്കൂർ സമയവും 12 മണിക്കൂർ സമയവും. 24 മണിക്കൂർ സമയം എന്നുള്ളത് 12 മണിക്കൂർ ക്ലോക്കിലാക്കുമ്പോൾ എത്ര സമയമാവുന്നതാണ് ഈ രണ്ടാമത്തെ കള്ളിയിൽ എഴുതേണ്ടത്. അപ്പോൾ അതിന് മുന്നേയായിട്ട് നമുക്ക് ഒരു ചാർട്ടൊന്ന് ജസ്റ്റ് പരിചയപ്പെടാം. ഇവിടെ നോക്കുക, ഇതിൽ 24 മണിക്കൂർ ക്ലോക്കിൽ 12 മണിക്കൂർ ക്ലോക്കിൽ സമയങ്ങൾ എങ്ങനെ വരുന്നതെന്ന് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ 12 മണി ഉള്ള ക്ലോക്കിൽ 1 മണിയാവുമ്പോൾ 24 മണി ക്ലോക്കിൽ അതിനെ 13 എന്നാണ് പറയുക. 13 മണി അല്ലെങ്കിൽ 13 മണിക്കൂറാവും. ഇനി 12 മണി ക്ലോക്കിൽ 2 ആവുമ്പോൾ 24-ൽ 14 ആവും. 3 ആവുമ്പോൾ 15, 4 ആവുമ്പോൾ 16, 5 ആവുമ്പോൾ 17, 6 ആവുമ്പോൾ 18, 7 ആവുമ്പോൾ 19, 8 ആവുമ്പോൾ 20, 9 ആവുമ്പോൾ 21, 10 ആവുമ്പോൾ 22, 11 ആവുമ്പോൾ 23, 12 ആവുമ്പോൾ 24. രാത്രി 12 ആവുമ്പോൾ 24 മണിക്കൂർ ക്ലോക്കിൽ 24 ആവും. ഇവിടെ ഉച്ച വരെ 2 ക്ലോക്കിൽ ഒരേപോലെയാണ് സമയം പോവുക. 12 PM വരെ ഒരേപോലെ പോവും. പിന്നെ അവിടുന്ന് അങ്ങോട്ടാണ് എന്ത് സംഭവിക്കുന്നത്? മാറ്റം വരുന്നത്. അത് ഈ ചാർട്ട് നോക്കിയിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇനി ഇവിടെ നോക്കൂ, 23:30 ആവുമ്പോൾ 12 മണിക്കൂർ സമയത്തിൽ എത്രയാവും? 11:30 PM. ഇനി അടുത്തത് 24 മണിക്കൂറിൽ 8 എന്ന് കൊടുത്തിട്ടുണ്ട്, 8 മണി എന്ന് കൊടുത്തിട്ടുണ്ട്. 12 മണിക്കൂറിൽ എന്തായിരിക്കും? 8 മണി തന്നെയായിരിക്കും. 8 മണി എത്രയായിരിക്കും? 8 AM. 12 മണി വരെ ഒരു മാറ്റവും സംഭവിക്കില്ല. 12 മണിക്ക് മുകളിലേക്കാണ് മാറ്റം സംഭവിക്കുക. അതുവരെ 2 ക്ലോക്കിലും ഒരേ സമയമായിരിക്കും. അപ്പോൾ 8 മണി 12 മണിക്കൂർ 24 മണിക്കൂർ ക്ലോക്കിൽ 8 മണി കാണിച്ചാൽ 12 മണിക്കൂറിൽ സമയം 8 മണി തന്നെയായിരിക്കും. AM ആയിരിക്കുമോ PM ആയിരിക്കുമോ? AM ആയിരിക്കും. 12 മണി വരെ എത്രയായിരിക്കും? AM ആയിരിക്കും. ഇനി ഈ സൈഡിലുള്ള ചാർട്ട് നോക്കിയിട്ട് അടുത്തതിന് ഉത്തരം പറയുക. 12 മണിക്കൂറിൽ സമയം 1:30 ആണെങ്കിൽ 24 മണിക്കൂറിൽ എത്രയായിരിക്കും? 13:30. എത്രയായിരിക്കും? 13:30. 1 ആവുമ്പോൾ 13 ആണ്. അപ്പോൾ 13:30. അടുത്തത് 16:25. അപ്പോൾ 12 മണിക്കൂറിൽ എങ്ങനെയായിരിക്കും? 16 വരുമ്പോൾ 4. അപ്പോൾ 4:25. അടുത്തത് 10 AM എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു 12 മണി വരെ 12 എന്നുള്ള സംഖ്യ വരെ ഒരു മാറ്റവും സംഭവിക്കില്ല എന്ന്. അപ്പോൾ 24 മണിക്കൂറിൽ ഈ സമയം എത്രയായിരിക്കും? 10. ഇനി അടുത്തത് നമ്മളോട് എഴുതാൻ 2 എണ്ണം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എഴുതാം 11 മണി. 11 മണിന്ന് 24 എഴുതി കഴിഞ്ഞാൽ അത് 12 മണിക്കൂറിൽ എത്രയായിരിക്കും? 11 മണി തന്നെ. 11 മണി തന്നെ. ഇനി അടുത്തത് 21:30. അതെങ്ങനെയായിരിക്കും? അത് 12 മണിക്കൂറിൽ 21 വരുമ്പം 9:30 PM. 9:30
PM എന്നാവും. ഇനി നോക്കൂ, നമ്മൾ AM PM എന്നൊക്കെ പഠിച്ചില്ലേ, അതെന്താണെന്ന് നോക്കാം. മുന്നും പിന്നും. ലാറ്റിൻ ഭാഷയിൽ ഉച്ചയ്ക്ക് മുമ്പ് എന്നതിന് ആൻറ്റി മെറിഡിയം എന്നും ഉച്ചയ്ക്ക് ശേഷം എന്നതിന് പോസ്റ്റ് മെറിഡിയം എന്നുമാണ് പറയുന്നത്. ഇവ ചുരുക്കിയാണ് ഇപ്പോൾ AM PM എന്ന് ഉപയോഗിക്കുന്നത്. ഇവിടെ നോക്കൂ, ഇവിടെ കലണ്ടറുകൾ കൊടുത്തിട്ടുണ്ട്. 2023 ജനുവരിയിലെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2023 ഡിസംബറിലെ, 2024 അതേപോലെ ജനുവരിയിലും ഡിസംബറിലും കലണ്ടർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കുമ്പോൾ എന്ത് കാണാം? 2023 ജനുവരി മാസം തുടങ്ങുന്നത് ഞായറാഴ്ചയാണ്, 1-ാം തീയതി. അതുപോലെ തന്നെ 2023 ഡിസംബറോ അവസാനിക്കുന്നതും ഞായറാഴ്ച തന്നെയാണ്. അപ്പോൾ ആ വർഷം തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഞായറാഴ്ചയാണ്. എന്നാൽ 2024 പോയിട്ടുണ്ടെങ്കിൽ 1-ാം തീയതി എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ജനുവരി 1, ആ വർഷം തുടങ്ങുന്നത് തിങ്കളാഴ്ചയും പിന്നെ ആ വർഷം അവസാനിക്കുന്നത് ഡിസംബർ 31 ചൊവ്വാഴ്ചയുമാണ്. 2023 ഒരേ ദിവസം തന്നെയാണ് തുടങ്ങുന്നതും അവസാനിക്കുന്നതും. 2024 ഒരു ദിവസത്തിന് ശേഷം തൊട്ടടുത്ത ദിവസമാണ് അവസാനിക്കുന്നത്. ഇനി ഇതവിടെ കാർട്ടൂണായി പറയുന്നുണ്ട്, ജനുവരി 2 പുറപ്പെട്ട് ജനുവരി 1 തിരിച്ചെത്തിയെന്നോ. അതെങ്ങനെയെന്ന് ആശ്ചര്യപ്പെടുകയാണ്. അപ്പോൾ വൈകിയതാണ് സുമാർ 1 കൊല്ലം, ഏകദേശം 1 കൊല്ലം എടുത്തു എന്നാണ് പറയുന്നത്. ഇനി ഇവിടെ നോക്കൂ, 2023 തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒരേ ദിവസമാണല്ലോ, 2024 അങ്ങനെയല്ല എന്നാണ് ഈ കുട്ടി പറയുന്നത്. അപ്പോൾ അവിടെ ആ പെൺകുട്ടി എന്താ പറയുന്നത്? 2024 ഒരു ദിവസം കൂടുതലുണ്ട്, നമ്മൾ കണ്ടല്ലോ, അതിന് പറയുന്നതാണ് അതിവർഷം. അപ്പോൾ ഇനി അതിവർഷം എന്താണെന്ന് നോക്കാം. ഭൂമി സൂര്യന് ചുറ്റും ഒരു പ്രാവശ്യം കറങ്ങാനെടുക്കുന്ന സമയമാണ് ഒരു വർഷമായി കണക്കാക്കുന്നത്. ഇത് ഏതാണ്ട് 365 ദിവസവും 6 മണിക്കൂറുമാണ്. അപ്പോൾ ഒരു വർഷം 365 ദിവസമായി കണക്കാക്കിയാൽ 4 വർഷം കൊണ്ട് ഒരു ദിവസത്തിൻ്റെ വ്യത്യാസം വരും. ഇങ്ങനെ തുടർന്നാൽ കുറേ കാലം കഴിയുമ്പോൾ ഋതുക്കൾ കണക്കാക്കുന്നത് തെറ്റും. ഇത് ഒഴിവാക്കാൻ 4 വർഷത്തിലൊരിക്കൽ ഒരു ദിവസം കൂട്ടി 366 ദിവസമാക്കുന്നു. ഇത്തരം വർഷങ്ങളെ അതിവർഷം, ലീപ് ഇയർ എന്നാണ് പറയുന്നത്. അതിവർഷത്തിൽ ഫെബ്രുവരിക്ക് 29 ദിവസമുണ്ടാകും. ഒരു വർഷം അതിവർഷമാണോ എന്ന് നോക്കുന്നത് ആ വർഷത്തെ 4 കൊണ്ട് ഹരിച്ചു നോക്കിയാണ്. ശിഷ്ടം വരുന്നില്ലെങ്കിൽ അതിവർഷമാകും. ഉദാഹരണമായി 2020 4 കൊണ്ട് ശിഷ്ടം വരാതെ ഹരിക്കാം. അതിനാൽ 2020 അതിവർഷമാണ്. അടുത്ത അതിവർഷം 2024. ഈ കണക്ക് കൂട്ടലുകൾ കുറെ കൂടി കൃത്യമാക്കാൻ നൂറ്റാണ്ടുകളുടെ തുടക്കമായ വർഷങ്ങളിൽ 400 കൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിക്കാൻ കഴിയുന്നവ മാത്രമേ അതിവർഷമായി എടുക്കാറുള്ളൂ. ഉദാഹരണമായി 1900 അതിവർഷമല്ല, 2000 അതിവർഷമാണ്. എന്താണ് മനസ്സിലായത്? ഇപ്പോൾ ഇവിടെ 2019 നമ്മൾ 4 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ശിഷ്ടം 3 കിട്ടുന്നുണ്ട്. ശിഷ്ടം 3 കിട്ടുന്നുണ്ട്, അത് അതിവർഷം അല്ല. എന്നാൽ 2016 നമ്മൾ 4 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ശിഷ്ടം കിട്ടണില്ല, ശിഷ്ടം 0 ശിഷ്ടം 0 അതെന്താണ്? അതിവർഷമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനിയിങ്ങനെ 2019 2016 ഇങ്ങനെയൊന്നല്ലാതെ 1900 അങ്ങനെയുള്ള സംഖ്യകൾ എന്ന് വെച്ചാൽ നൂറ്റാണ്ടുകളാണെങ്കിൽ 4 പകരം 400 കൊണ്ടാണ് ഹരിക്കുക, അത്രയുള്ള വ്യത്യാസം. നൂറ്റാണ്ടുകൾ 2000 അങ്ങനെ നൂറ്റാണ്ടുകളാണെങ്കിൽ അതിനെ 400 കൊണ്ടാണ് ഹരിക്കുക. ഇനി ഒരു സാധാരണ വർഷത്തിൽ 365 ദിവസമുണ്ട്. ഇത് 52 ആഴ്ചയും 1 ദിവസവുമാണ്. അതിവർഷത്തിലാണെങ്കിൽ 52 ആഴ്ചയും 2 ദിവസവുമുണ്ട്. ഇതുകൂടി നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക.
ഇനി അതിവർഷത്തെ പറ്റി നമ്മൾ എന്തൊക്കെ പഠിച്ചു നോക്കാം. 366 ദിവസങ്ങളാണുള്ളത്. ഫെബ്രുവരിയിൽ 29 ദിവസം. വർഷത്തെ 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം വരുന്നില്ലെങ്കിൽ, ശിഷ്ടം 0 ആണെങ്കിൽ അത് അതിവർഷമാണ്. നൂറ്റാണ്ടുകളെ ആണെങ്കിൽ നമ്മൾ 400 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം വരുന്നില്ലെങ്കിൽ അതിവർഷമാണ്. പിന്നെ അതിവർഷത്തിൽ ഒരു വർഷം തുടങ്ങുന്നത് ഏത് ദിവസമാണോ അതിനടുത്ത ദിവസമായിരിക്കും അവസാനിക്കുക. ജനുവരി 1 തിങ്കളാണെങ്കിൽ ഡിസംബർ 31 അവസാനിക്കുന്ന ദിവസം ചൊവ്വയായിരിക്കും. പിന്നെ അതിവർഷത്തിൽ 52 ആഴ്ചയും 2 ദിവസവുമുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് അതിവർഷത്തിനെ പറ്റി നമ്മൾ പഠിച്ചത്. ഇത് നേരെ മനസ്സിലാക്കി വയ്ക്കുക. ഇനി നമുക്ക് സാധാരണ വർഷം നോക്കാം. സാധാരണ വർഷത്തിൽ 365 ദിവസവും ഫെബ്രുവരിയിൽ 28 ദിവസമാണ്. വർഷത്തെ 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം വരുന്നുണ്ടെങ്കിൽ സാധാരണ വർഷമാണ്. നൂറ്റാണ്ടുകളാണെങ്കിൽ അതും 400 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം വന്നാൽ അത് സാധാരണ വർഷമാണ്. വർഷം തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒരേ ദിവസം ആയിരിക്കും. വർഷം തുടങ്ങുന്നത് തിങ്കളാഴ്ചയാണെങ്കിൽ അവസാനിക്കുന്നതും തിങ്കളാഴ്ച തന്നെ ആയിരിക്കും. പിന്നെ 52 ആഴ്ചയും ഒരു ദിവസവുമാണ് സാധാരണ വർഷത്തിൽ ഉണ്ടാവുക. അടുത്തത് മറ്റു വർഷങ്ങൾ. കലണ്ടറിൽ ഏതൊക്കെ വർഷങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്? നമ്മൾ കലണ്ടർ നോക്കുകയാണെങ്കിൽ അതിൽ പല തീയതികൾ കൊടുത്തിട്ടുണ്ടാവും. അതൊക്കെ ഏതൊക്കെ വർഷങ്ങളുടെയാണ്? ഇംഗ്ലീഷ് വർഷം ഉണ്ടാവും, കൊല്ലവർഷം, ഹിജ്റ വർഷം, ശകവർഷം, പിന്നെ തമിഴ് വർഷം. ഇതെല്ലാം നമുക്ക് കലണ്ടറിൽ കാണാൻ കഴിയും. ഈ വർഷങ്ങളിലെ മാസങ്ങൾ കണ്ടെത്തി എഴുതുക. പിന്നെ കലണ്ടറിൽ ഓരോ വർഷത്തിൻ്റെയും തീയതികൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെയൊക്കെയാണെന്ന് നോക്കൂ എന്നും പറഞ്ഞിട്ടുണ്ട്. ആദ്യം നമുക്ക് ഓരോ വർഷങ്ങളിലെയും മാസങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ കൊടുക്കേണ്ട ഇംഗ്ലീഷ് വർഷത്തിലെ മാസങ്ങൾ നമുക്കറിയാം. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. അതുപോലെ കൊല്ലവർഷത്തിലെ മാസങ്ങൾ ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, കർക്കിടകം. ഇനി ശകവർഷത്തിലെ മാസങ്ങൾ നോക്കാം. ചൈത്രം, വൈശാഖം, ജ്യേഷ്ഠം, ആഷാഢം, ശ്രാവണം, ഭാദ്രം, അശ്വിനം, കാർത്തികം, മാർഗശീർഷം, പൗഷം, മാഘം, ഫാൽഗുനം. ഹിജ്റ വർഷത്തിലെ മാസങ്ങൾ മുഹറം, സഫർ, റബീഹുൽ അവൽ, റബീഹുൽ ആഖിർ, ജമാദുൽ അവൽ, ജമാദുൽ ആഖിർ, റജബ്, ഷഹബാൻ, റമളാൻ, ഷവ്വാൽ, ദുൽഖഅദ്, ദുൽഹിജ്ജ. ഇനി തമിഴ് വർഷത്തിലെ മാസങ്ങൾ നോക്കാം. ആവണി, പുരട്ടാശി, അൽപ്പശി, കാർത്തിക, മാർഗഴി, തൈ, മാശി, പൈങ്കുനി, ചിത്തിര, വൈകാശി, ആനി, ആടി. പിന്നെ ഇവിടെ ചോദിച്ചിട്ടുണ്ട് കലണ്ടറിൽ ഓരോ വർഷത്തിൻ്റെയും തീയതികൾ രേഖപ്പെടുത്തിയത് എവിടെയൊക്കെയാണെന്ന് നോക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കലണ്ടറിലെ തീയതി ഒന്ന് നോക്കാം. ഇതിപ്പോൾ മാതൃഭൂമി കലണ്ടറാണ്. ഡിസംബർ 2024 കലണ്ടറാണ്. അതിൻ്റെ ഏറ്റവും അടിയിൽ കണ്ടോ ഈ ഭാഗത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ചുവപ്പ് അക്കം എന്തൊക്കെ ഒഴിവു ദിനമാണ്, കറുത്ത അക്കമൊക്കെ ഇംഗ്ലീഷ് തീയതിയാണ്, താഴെ ഇടത്ത അക്കം മലയാള തീയതിയാണ്, വലത്തുള്ള ഏറ്റവും മീതുള്ള അക്കം തമിഴ് തീയതിയാണ്. അങ്ങനെ ഓരോ അക്കവും ഏതൊക്കെ തീയതിയാണെന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ 5-ാം തീയതി എന്ന് കൊടുത്തിട്ടുള്ളത് ഇത് ഇംഗ്ലീഷ് തീയതിയാണ്. അതുപോലെ തന്നെ വലതുവശത്ത് മുകളിൽ കാണുന്നത് തമിഴ് തീയതിയാണ്. ഈ ഇടതുവശത്ത് അടിയിൽ കാണുന്ന ഈ 20 ഇല്ലേ, ഇത് മലയാളം തീയതി. അതുപോലെ തന്നെ വലതുവശത്ത് ചോടെ കാണുന്നത് ശകവർഷ തീയതിയാണ് 14 എന്നുള്ളത്. അതിന് തൊട്ട് താഴെ കാണുന്ന 3 എന്ന് എഴുതിയത് ഹിജ്റ തീയതിയാണ്. ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങളുണ്ട്, അത് ചെയ്ത് നോക്കാം. ഈ വർഷത്തെ കലണ്ടർ പരിശോധിക്കൂ. ഫെബ്രുവരിയിൽ എത്ര ദിവസങ്ങളുണ്ട്? ഈ വർഷം 2024 അതിവർഷമാണ്. അതുകൊണ്ട് ഫെബ്രുവരിയിൽ 29 ദിവസം. ഇനി അടുത്ത ചോദ്യം, അടുത്ത അതിവർഷം ഏതാണ്? അടുത്ത അതിവർഷം കാണാൻ 2024 4 കൂട്ടുക. 2028 ആണ് അടുത്ത അതിവർഷം.
ഈ വർഷം 5 തിങ്കളാഴ്ചകൾ വരുന്ന മാസങ്ങൾ ഏതെല്ലാമാണ്? നിങ്ങൾ കലണ്ടർ നോക്കി കണ്ടുപിടിക്കുക. 5 തിങ്കളാഴ്ചകൾ വരുന്നത് ഏതൊക്കെയാണ്? ജനുവരി, ഏപ്രിൽ, ജൂലൈ, സെപ്റ്റംബർ, ഡിസംബർ. ഇതൊക്കെയാണ് 5 തിങ്കളാഴ്ച വരുന്ന മാസങ്ങൾ. ഇനി അടുത്ത ചോദ്യം. ഒരു വർഷത്തെ കലണ്ടറിൽ ഒക്ടോബർ മാസത്തിൽ 5 ബുധനാഴ്ചകൾ ഉണ്ടായിരുന്നു. എന്നാൽ വ്യാഴാഴ്ചകൾ 4 എണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിൽ ഈ മാസം 1-ാം തീയതി ഏത് ആഴ്ചയാണ് എന്ന് പറയാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഒക്ടോബർ മാസത്തിൽ 31 ദിവസങ്ങളേ ഉള്ളൂ. 5 ബുധനാഴ്ചകളാണുള്ളത് എന്ന് പറഞ്ഞു. എന്നാൽ വ്യാഴാഴ്ചകൾ 4 എണ്ണമേ ഉള്ളൂ. അപ്പോൾ ബുധനാഴ്ചയോടുകൂടി 5-ാമത്തെ ബുധനാഴ്ചയോടുകൂടി ആ മാസം അവസാനിക്കണു. കാരണം വ്യാഴാഴ്ച 4 എണ്ണേ ഉള്ളൂ. അപ്പോൾ ആ ബുധനാഴ്ച 31-ാം തീയതിയാണ്. 31 എന്താണ്? ബുധനാഴ്ചയാണ്. എങ്കിൽ ഈ മാസം 1-ാം തീയതി ഏത് ആഴ്ചയാണെന്ന് പറയാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അവസാനത്തെ ബുധനാഴ്ച 31-ാം തീയതി ആണെങ്കിൽ തൊട്ട് മുകളിലുള്ള ബുധനാഴ്ച 4-ാമത്തെ ബുധനാഴ്ച 24 ആയിരിക്കും. 31-ന്ന് 7 കുറച്ചാൽ 24. പിന്നെ അതിന് തൊട്ട് മുന്നുള്ളത് 17. വീണ്ടും 7 കുറച്ചിട്ടുണ്ടെങ്കിൽ 2-ാമത്തെ ബുധനാഴ്ച 10. പിന്നെ ഏറ്റവും ആദ്യത്തെ ബുധനാഴ്ച 3-ാം തീയതിയാണ്. അങ്ങനെയാണെങ്കിൽ 3-ാം തീയതി ബുധനാഴ്ചയാണെങ്കിൽ 1-ാം തീയതി എന്താഴ്ചയായിരിക്കും? തിങ്കളാഴ്ചയായിരിക്കും. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? തിങ്കൾ. ഇനി അടുത്ത ചോദ്യം. ഒരു മാസത്തെ 2 ഞായറാഴ്ചകളിലെ തീയതികളുടെ തുക 11 ആണ്. എന്നാൽ ആ മാസം 1-ാം തീയതി എന്താഴ്ചയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ 1-ാം തീയതി ഞായറാഴ്ചയാണോ എന്ന് നമുക്ക് നോക്കാം. 1-ാം തീയതി ഞായറാഴ്ചയാണെങ്കിൽ അടുത്ത ഞായറാഴ്ച 8-ാം തീയതി ആയിരിക്കും. അപ്പോൾ 1ഉം 8ഉം കൂടിയും കൂട്ടുമ്പോൾ 9 കിട്ടണത്. നമുക്ക് 11 കിട്ടണം. എന്നാലാണ് അത് 2 ഞായറാഴ്ചകളാവുള്ളൂ. അപ്പം ഇനി അടുത്ത സംഖ്യ നോക്കാം. 2-ാം തീയതി ഞായറാഴ്ചയാണെങ്കിൽ അടുത്ത ഞായറാഴ്ച ഏത് ദിവസമായിരിക്കും? 9-ാം തീയതി ആയിരിക്കും. അത് 2ഉം കൂടിയും കൂട്ടുമ്പോൾ നമുക്ക് 11. 2ഉം 9ഉം കൂടിയും കൂട്ടുമ്പോൾ നമുക്ക് 11 കിട്ടുന്നുണ്ട്. അപ്പോൾ 2 ഞായറാഴ്ചകൾ ഏതായിരിക്കും? 2, അതുപോലെ തന്നെ 9 എന്നീ തീയതികളായിരിക്കും 2 ഞായറാഴ്ചകൾ. അപ്പോൾ 1-ാം തീയതി എന്താഴ്ചയായിരിക്കും? ശനിയാഴ്ച ആയിരിക്കും. അടുത്ത ചോദ്യം. ഈ വർഷം ആഴ്ചയിലെ ഓരോ ദിവസവും എത്ര എണ്ണം വീതം വരുമെന്ന് പറയാമോ? ഏത് ദിവസമാണ് ഏറ്റവും കൂടുതൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കലണ്ടർ എടുത്തിട്ട് ഓരോ ആഴ്ചയും ഞായറാഴ്ച എത്ര ഉണ്ടെന്ന് എണ്ണണം, ചൊവ്വാഴ്ച എത്ര എണ്ണണം, അല്ലെങ്കിൽ ബുധനാഴ്ച, അങ്ങനെ ഓരോ ദിവസം ഇരുന്ന് എണ്ണാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം നമ്മുടെ ഈ വർഷം എന്നുള്ളത് 2024 ആണ്. 2024 എന്നുള്ളത് ഒരു അതിവർഷമാണ്. അപ്പോൾ നമ്മളിതിന് മുന്നേ പഠിച്ചിട്ടുണ്ട്. ഒരു അതിവർഷത്തിൽ 52 ആഴ്ചയും 2 ദിവസമാണ് ഉണ്ടാവുക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം തുടങ്ങുന്നത് 2024 തുടങ്ങുന്നത് തിങ്കളാഴ്ചയാണ്. അപ്പോൾ തിങ്കൾ മുതൽ ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ, അങ്ങനെ ആഴ്ച മുഴുവൻ 52 ദിവസം, എല്ലാ ദിവസവും 52 തന്നെയാണ് ഉണ്ടാവുക എന്നാണ് അത് അർത്ഥമാക്കുന്നത്. പിന്നെ ഒരു 2 ദിവസമുണ്ട്. അത് വീണ്ടും തിങ്കളാഴ്ച ഒന്നും കൂടി, പിന്നെ ചൊവ്വാഴ്ച ഒന്നും കൂടി. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ആദ്യത്തെ ചോദ്യം ഏതാണ്? ഈ വർഷം ആഴ്ചയിലെ ഓരോ ദിവസവും എത്ര എണ്ണം വീതം വരുമെന്ന് പറയാമോ എന്ന്. തിങ്കൾ 53, ചൊവ്വ 53, ബുധൻ 52, വ്യാഴം 52, വെള്ളി 52, ശനി 52, ഞായർ 52. ഏത് ദിവസമാണ് ഏറ്റവും കൂടുതൽ? തിങ്കളും ചൊവ്വയാണ് ഏറ്റവും കൂടുതൽ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക.